ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഫ്രോക്കാണ്. അപ്പോൾ നെറ്റിൻ്റെ പീസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ലൈനിങ് ഇടണം. ലൈനിങ്ങിന് വേണ്ടി ഞാൻ ക്രീപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ എടുക്കുന്നതിനേക്കാൾ നല്ലത് ക്രീപ്പ് തന്നെ എടുക്കുന്നതാണ്. അപ്പം തയ്ക്കുമ്പോൾ ഇതുപോലെ വരും ലൈനിങ്ങുമായിട്ട് നോക്കുമ്പോൾ. ഇനി നമുക്ക് അതിൻ്റെ താഴത്തെ പാർട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ പ്ലെയിൻ നെറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് ലൈനിങ് ക്രീപ്പ് തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് 60 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയുമാണ് ഉള്ളത്. വീതി എന്ന് പറഞ്ഞാൽ ഇറക്കം 14 ഇഞ്ചാണ് ഇറക്കം കൊടുത്തിരിക്കുന്നത്. 13 വേണ്ടത്. 14 എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പ് പുറത്തേക്ക് പോകുമല്ലോ, അതുകൊണ്ടാണ് 14 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ ഈ ലൈനിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നെറ്റ് പീസ് ഇട്ട് കൊടുക്കുക. നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കഴുത്തിൻ്റെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഷോൾഡറിൻ്റെ ആ ഭാഗവും കൈക്കുഴിയുടെ ആ ഭാഗവും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കഴുത്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കഴുത്തും ഷോൾഡറും ആ കൈക്കുഴിയുടെ ആ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ഫ്രോക്ക് തയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കഴുത്തിൻ്റെ ആ ഭാഗത്ത് കത്രിക കൊണ്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റിച്ചിലേക്ക് കയറിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റിച്ച് പൊട്ടിപ്പോയാൽ കഴുത്തിൻ്റെ ആ ഷേപ്പ് മാറിപ്പോകും. അതുകൊണ്ട് സ്റ്റിച്ചിലേക്ക് കയറാതെ സ്റ്റിച്ചിൻ്റെ പറ്റെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കരുത്. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് മറിച്ചെടുക്കണം. ഇപ്പം ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലൈനിങ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും. അത് ഉള്ളിലോട്ട് വെച്ച് നമുക്കൊന്ന് പറ്റയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കഴുത്തിൻ്റെ ആ ഭാഗത്തും ഷോൾഡറും കൈക്കുഴിയുടെ ആ ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പറ്റേ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡും താഴ്ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നെറ്റ് പീസ് ആയതുകൊണ്ട് കുടുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് താഴത്തെ പാർട്ടിനുള്ള തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നെറ്റ് പീസ് എടുത്തിരിക്കുന്നത് 60 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയും, അതുപോലെ തന്നെ ലൈനിങ് എടുത്തിരിക്കുന്നത് 40 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയും. ഇനി ആദ്യമേ തന്നെ നമുക്ക് ഈ ലൈനിങ് പീസ് ചെറിയ ഞൊറിവായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞൊറിഞ്ഞെടുത്ത ആ പീസിന് ബോഡി പാർട്ടിൻ്റെ താഴത്തുള്ള ആ നീളം തന്നെ വരണം. ഇപ്പം ഞാൻ ബാക്കും ഫ്രണ്ടും ഒരു സൈഡ് കൂട്ടിയടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പീസ് ചെറുതായിട്ട് ഞൊറിഞ്ഞെടുക്കാം. എന്നിട്ട് നെറ്റ് പീസുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ആണ് നമ്മൾ ബോഡി പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നെറ്റ് പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ് പീസും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും രണ്ടും കൂടി ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് ബോഡി പാർട്ടിൻ്റെ ആ താഴ്ഭാഗത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കാം. മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഷോൾഡറിൽ 2 ബട്ടണാണ് വെക്കുന്നത്. തല കയറാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ ഒരു ബോ വെച്ച് കൊടുക്കണം. ബോ വെച്ച് കൊടുക്കാനായിട്ട് ഇവിടെ ഞാൻ 7.5 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് കട്ട് ചെയ്ത് അത് മടക്കി അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഞൊറിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ആ നടുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ബോയുടെ താഴത്തേക്ക് ഒരു വള്ളി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് 20 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുമുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 10 ഇഞ്ച് വീതിയുള്ള 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലൊരു പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലൊരു കർവ് വരച്ചു കൊടുക്കുക. അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നടുക്കത്ത് കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്യാത്ത സ്ഥലവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബോയുടെ അടിയിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കായിട്ടൊരു ബെൽറ്റ് പോലെ ചെയ്ത് കൊടുക്കണം. ഞാനൊരു ചെറിയ കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഈ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബോ റെഡി ആയിട്ടുണ്ട്. ഇത് ബാക്കിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉടുപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഉടുപ്പിൻ്റെ ഫ്രണ്ട്. ബാക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.